സെയിൽസ് ബില്ല് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണിത്. നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റീറ്റെയിൽ മാക്സ് ഓപ്പൺ ചെയ്യുക. ഷോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് യെസ് കൊടുക്കുക. ഇവിടെ നമുക്ക് പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ആണ് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. യെസ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ POS എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ ആണ് നമുക്ക് ആവശ്യം. അത് ഓപ്പൺ ചെയ്ത് ന്യൂ കൊടുക്കുക. ന്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഐറ്റത്തിന്റെ ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഐറ്റം ആഡ് ചെയ്യാം. ഇതല്ല ബാർകോഡ് ഇല്ലാത്ത ഐറ്റം ആണെങ്കിൽ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഐറ്റം നമുക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാനും സാധിക്കും. ബാർകോഡ് സ്കാൻ ചെയ്താൽ ഇതുപോലെ തന്നെ ഇരിക്കും ഡീറ്റെയിൽസ് വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഐറ്റം താഴെ ആഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എത്ര ഐറ്റംസ് വേണോ അത്ര ഐറ്റംസ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ നമുക്ക് തരേണ്ട ആ ഒരു ടോട്ടൽ എമൗണ്ട് കാണാം. ഇപ്പം ഈ കസ്റ്റമർ എത്രയാണോ നമുക്ക് തന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മേളിൽ നമ്മൾ കസ്റ്റമർക്ക് എത്ര ബാലൻസ് തുക കൊടുക്കണമെന്ന് മേളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പേയ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് നേരിട്ടാണ് കസ്റ്റമർ ക്യാഷ് തരുന്നതെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതല്ല ഇനിയിപ്പോ ഓൺലൈനാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ 2 തരത്തിലുള്ള ബില്ലാണ് ഇവിടെ ചെയ്യുന്നത്. B2Bയും B2Cയും. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഈ A എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ പുതിയൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് കസ്റ്റമർ കോഡ് കൊടുക്കാം, പിന്നെ കാറ്റഗറി കൊടുക്കാം. അതിനുശേഷം ഇവിടെ കസ്റ്റമർ നെയിം കൊടുക്കാം. പിന്നെ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡെബിറ്റർ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. സിറ്റ് കൊടുക്കാം. ഇനി ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുമ്പോൾ ആ ഒരു കസ്റ്റമർ നെയിമും കാര്യങ്ങളും ഇവിടെ ആഡ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് കസ്റ്റമറിന് വേണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം പെർസെൻറ്റേജ് ആയിട്ടാണെങ്കിൽ ഇവിടെ കൊടുക്കാം. അതല്ല എമൗണ്ട് ആയിട്ടാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കസ്റ്റമറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് സെയിൽ ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ക്യാഷ് ഡ്രോവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോവർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. സ്റ്റോക്ക് എൻക്വയറി ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ഐറ്റത്തിന്റെ സ്റ്റോക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഇപ്പൊ ഐറ്റം ഏതാന്ന് വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തിന്റെ സ്റ്റോക്ക് നിലവിൽ എത്രയുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഇമ്പോർട്ട് ലാസ്റ്റ് ആഡഡ് ഐറ്റം ഇതെന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ഒരു വലിയ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് സിസ്റ്റം ഓൺ ആയി കഴിയുമ്പോഴേക്കും ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ബില്ല് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ലിസ്റ്റ് ഐറ്റത്തിന്റെ ലിസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓൺ ഹോൾഡ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നിട്ട് പെട്ടെന്നൊരു ബില്ല് അടിക്കാൻ പറയാണ്, അത്യാവശ്യമാണെന്ന് പറയാണ്, ഒരു ചെറിയ ബില്ല് തരികയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുത്ത് നമ്മൾ അദ്ദേഹത്തിന് ആ ഒരു ബില്ല് ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ. അതിനുശേഷം നമ്മൾ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്താലും ആ പഴയ വിൻഡോയിലേക്ക് തന്നെ എത്താൻ നമുക്ക് പറ്റും. അതിനുശേഷം സേവ് കൊടുക്കുമ്പോഴേക്കും ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ശേഷം നമുക്ക് പ്രിന്റ് വേണമെങ്കിൽ യെസ് കൊടുക്കാം. അതല്ല പ്രിന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നോ കൊടുക്കാവുന്നതാണ്. നോ കൊടുത്താലും ബില്ല് ഇവിടെ സേവ് ആവുന്നതാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ചെയ്ത ആ ഒരു ബില്ല് ഇവിടെ സേവ് ആയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ബില്ല് ചെയ്ത ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ കസ്റ്റമറിന്റെ നെയിം കാണാം, ബില്ല് എമൗണ്ടും കാര്യങ്ങളും ഇവിടെ കാണാം. ഇനി നമുക്ക് പ്രീവിയസ് ബില്ല് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് വന്ന് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെർച്ച് ആണെന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബില്ല് ഡേറ്റ്, ബില്ല് നമ്പർ, കസ്റ്റമർ നെയിം ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പ്രീവിയസ് ബില്ല് വേണമെങ്കിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ജനറൽ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി റിപ്പോർട്ട്സ് കാണാം. ഡെയിലി ഐറ്റം സെയിൽസ്, ഡെയിലി സെയിൽസ് റിപ്പോർട്ട്സ് എല്ലാം കാണാൻ പറ്റും.
ഡെയിലി ഐറ്റം സെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇന്നത്തെ ഡേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഓക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സെയിലായ ഐറ്റംസിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഡെയിലി സെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുത്തു കഴിഞ്ഞ് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആ ദിവസങ്ങളിൽ ചെയ്ത സെയിൽസ് റിപ്പോർട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഐറ്റത്തിന്റെ പ്രൈസ് ലിസ്റ്റ് നോക്കാം. ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഐറ്റം സ്റ്റോക്കും നമുക്ക് ഇവിടെ ഓരോ കാറ്റഗറി അനുസരിച്ച് നോക്കാം. ഐറ്റംസും നോക്കാം. ഓരോ കാറ്റഗറി ഉണ്ട്, അതനുസരിച്ച് നമുക്ക് ഐറ്റംസും നോക്കാവുന്നതാണ്. നിലവിലുള്ള ഐറ്റംസിന്റെ ഓരോ കാറ്റഗറിയും നമുക്ക് അനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് എടുക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 100+ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിനി പുതിയതായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ട് പുതിയ റിപ്പോർട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനും സാധിക്കും.